The mysteries of the festivals of God. നമ്മൾക്ക് എപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ സമയം എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വരുന്നത്? എൻ്റെ വാക്തത്വം എപ്പോഴാണ് ദൈവം നിവർത്തിക്കുന്നത്? എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം എപ്പോഴാണ് തരുന്നത്? നമ്മൾ ദൈവസഭയെക്കുറിച്ച് ചിന്തിച്ചാൽ കർത്താവ് എപ്പോഴും മടങ്ങി വരും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ ജിജ്ഞാസുക്കളാണ്. നോവയ്ക്ക് 7 ഉത്സവങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഉത്സവമാണ് പെസഹ. പെസഹ കുഞ്ഞാടിനെ യാഗം കഴിക്കുന്ന അതേ പെരുന്നാൾ ദിവസത്തിലാണ് യേശു കർത്താവ് യാഗമായി തീർന്നത് കാൽവരി ക്രൂശിൽ. ഉപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന അതേ ദിവസമാണ് കർത്താവായ യേശുവിനെ കല്ലറയിൽ അടക്കിയത്. ആദ്യഫല കറ്റ നീരാജനം ചെയ്യുന്ന 3-ാം ദിവസം പ്രഭാതത്തിലാണ് മരിച്ചവരുടെ നിന്നുള്ള ആദ്യഫലമായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. പഴയ നിയമത്തിൽ അവർ ആഘോഷിച്ചുകൊണ്ടിരുന്ന പെരുന്നാളുകളെല്ലാം യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുമായി, വീണ്ടെടുപ്പുമായി, മാനവജാതിയിൽ ദൈവം ഇടപെടുന്ന എല്ലാ കാര്യങ്ങളുമായി അതിന് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. യഹൂദന്മാരുടെ 4ാമത്തെ പെരുന്നാളാണ് കൊയ്ത്ത് പെരുന്നാളായ പെന്തക്കോസ്ത്. അതേ ദിവസം തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇറങ്ങി വന്ന ശിഷ്യന്മാരെ നിറച്ച് ആത്മാക്കളുടെ കൊയ്ത്ത് ആരംഭിച്ചത്. അപ്പോൾ ആദ്യത്തെ 4 പെരുന്നാളുകളും കൃത്യമായ ദിവസങ്ങളിൽ യഹൂദന്മാർ ആഘോഷിക്കുന്ന അതേ സമയങ്ങളിൽ തന്നെ സംഭവിച്ചു. 7 പെരുന്നാളുകളിൽ 4 പെരുന്നാളുകൾ അങ്ങനെ നിവർത്തിക്കപ്പെട്ടു ദൈവത്തിൻ്റെ വചനത്തിൽ. 5ാമത്തെ പെരുന്നാൾ എന്താണ്? നിങ്ങൾ ഊഹിച്ചു നോക്കാമോ? കാഹളം ധ്വനിക്കുന്ന പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് എന്ന് പറയുന്ന പെരുന്നാളാണ് 5ാമത്തെ പെരുന്നാൾ. നമ്മുടെ സഭയിനെ നോക്കി പാർക്കുന്നത് കർത്താവിൻ്റെ മടങ്ങിവരവിൽ കർത്താവിൻ്റെ പ്രധാന ദൂതൻ കാഹളം ധ്വനിക്കുമ്പോൾ സഭ എടുക്കപ്പെടുമെന്നുള്ള അടുത്ത ചരിത്ര സംഭവത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എത്ര കൃത്യമായാണ് ദൈവം പദ്ധതികളെ യഹൂദൻ്റെ പെരുന്നാളുകളിൽ അടക്കം ചെയ്തിരിക്കുന്നത്. വളരെ മിസ്റ്ററിയാണത്. അത് കൂടുതൽ അറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 4 അതേ പെരുന്നാളുകളിൽ തന്നെയാണ് പ്രാവചനികമായ നിവൃത്തി ഉണ്ടായെങ്കിൽ 5ാമത്തെ പെരുന്നാളായ കാഹളത്തിൻ്റെ പെരുന്നാളിൽ കർത്താവായ യേശു മടങ്ങി വരുമോ നമുക്കറിയില്ല. സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനോ പോലും അതറിയില്ല. അത് പിതാവ്.